എറണാകുളത്തെ ശിശുക്ഷേമ സമിതിയിൽ നിന്നാണ് ഇടുക്കി സ്വദേശിയായ നീതുവിനെയും മക്കളെയും ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ബെത്സൈഡ് പ്രൊവിഡൻസ് അനാഥാലയത്തിൽ നിന്ന് തന്റെ മക്കൾ കേൾക്കേണ്ടി വന്ന പീഡനങ്ങൾ ചെയർപേഴ്സണെ ബോധിപ്പിക്കാനെത്തിയതായിരുന്നു നീതു. മക്കളെ ബെൽറ്റ് കൊണ്ട് അടിക്കാറുണ്ടെന്ന് നീതു പറഞ്ഞു. എൻ്റെ കുഞ്ഞു കുട്ടീനെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചേക്കുന്നത്. കൊങ്ങയ്ക്കൊക്കെ പിടിച്ച് ഞെക്കി കഴുത്തിലൊക്കെ നല്ല പാട്, കൊതുകടി കൊള്ളിച്ച് പുറത്ത് നിർത്തി, മഴയത്ത് നിർത്തി, ഭക്ഷണം കൊടുക്കത്തില്ല. അവൾക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വെയിലത്ത് നിർത്തുക. ഇവൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇവിടെ നന്നാകുമെന്ന് പറഞ്ഞാൽ അവൾക്ക് 2 ദിവസമൊക്കെ ഭക്ഷണം കൊടുക്കാതിരിക്കും. മദ്യപാനിയായ ഭർത്താവിൽ നിന്ന് 1 വർഷത്തോളമായി പിരിഞ്ഞു താമസിക്കുകയാണ് നീതു. ഒരു ആൺകുട്ടി ഉൾപ്പെടെ 3 കുട്ടികളാണ് നീതുവിന്. ഇവരെ നോക്കാൻ നിവൃത്തിയില്ലാതായപ്പോഴാണ് ശിശുക്ഷേമ സമിതി വഴി 2 പെൺകുട്ടികളെ അനാഥാലയത്തിൽ ഏൽപ്പിക്കേണ്ടി വന്നത്. എന്നാൽ കുട്ടികളെ കാണാൻ അനാഥാലയ നടത്തിപ്പുകാർ വിലക്കിയപ്പോൾ നിർബന്ധപൂർവ്വം ഇവർ കുട്ടികളെ കൊണ്ടുവരികയായിരുന്നു. അമ്മ എന്നെ വയറുവെച്ചടിച്ചിട്ടുണ്ട്. അമ്മ എന്നെ കൊങ്കിച്ച് പിടിച്ചിട്ട് എറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ചോറ് തരില്ല. ഓരോ ദിവസം എന്തും ചെയ്താലും അടി തന്ന ദിവസം ഞങ്ങൾക്ക് ഒന്നും തരില്ല. രാത്രിയിൽ ഉറക്കത്തുമില്ല. രാത്രി ഞങ്ങളെ ദൈവത്തിന് മുന്നിൽ കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ അകത്ത് റൂമിൽ ഞങ്ങളെ നിർത്തും. സിസ്റ്റർ ഋതിക നടത്തുന്ന ഈ സ്ഥാപനത്തിൽ ഒരു പുരുഷൻ സ്ഥിരമായി താമസിക്കാറുണ്ടെന്നും ഇയാൾ കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടെന്നുമാണ് ഇവർ പറയുന്നത്. ബെത്സൈദ എന്ന അനാഥാലയത്തിൽ കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ ആരോപണത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതാണ് ഇടുക്കി സ്വദേശിയായ നീതുവിന്റെ അനുഭവം. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1 കൊച്ചി.